വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുന്ന ഉടനെ കർത്താവ് അവരെ ആദ്യം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ആരാണ് ഞാൻ? ഇങ്ങനെ വായിക്കുന്നു, ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ആ ദൂതനോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ സംശയത്തിന് ആദ്യം ദൈവം ഒരു മറുപടി കൊടുക്കുകയാണ്. കർത്താവ് അവർക്ക് വെളിപ്പെടുമ്പോൾ അവർക്കൊരു ഒരു എഴുത്തെഴുതുമ്പോൾ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ അവർക്കൊരു ദൂത്, ഒരു സന്ദേശം എഴുതുമ്പോൾ ആദ്യം കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ ഭാഷ, ആരും അടയ്ക്കാതെ വണ്ണം താക്കോൽ എൻ്റെ കയ്യിലാണ്, ദാവീദിന്റെ നീതിയുള്ള താക്കോൽ എന്ന് പറഞ്ഞാൽ നീതിയായ കാര്യത്തിന് വേണ്ടി മാത്രമേ ഈ താക്കോല് കൊണ്ട് ഞാൻ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതായ വലിയൊരു ഉറപ്പ് ആ സഭയ്ക്ക് കൊടുക്കുകയാണ്. ആ സഭയ്ക്ക് വലിയൊരു സംശയമുണ്ടായിരുന്നു. അവർ വിശ്വസിച്ച വിശ്വാസം വീണായി പോകുമോ? അവർ കർത്താവിൻ്റെ വചനത്തെ, അവർക്ക് വലിയ ശക്തിയില്ലാത്തവൻ, ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കർത്താവ് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ആ അല്പമായ ശക്തിയിൽ നിന്നും കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളുടെ വാതിലുകൾ അടഞ്ഞു പോകുമോ, നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്നതായ വാതിലുകൾ അടയുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ചഞ്ചലപ്പെട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന അവർക്ക് കൊടുക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ആത്മാവ് ആ ഫിലദെൽഫിയയിലെ ദൂതന് എഴുതുകയാണ്. 8-ാം വാക്യം, ഇത് ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. തുറന്നിരിക്കുന്ന വാതിലിനെ കാണിച്ചുകൊണ്ടാണ് ആ സഭയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ മുൻപിൽ അടയ്ക്കുമോ, അടഞ്ഞോ, തുറക്കത്തില്ലയോ, ഇതിനിയും അങ്ങ് അടഞ്ഞു പോകുന്നതാണോ, ഇനിയും തുറക്കാതിരിക്കുന്നതാണോ, അതോ തുറന്നു തന്നെ ഇരിക്കുമോ എന്നൊക്കെ നിന്റെ മനസ്സിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സഭ, ഫിലദെൽഫിയയിലെ സഭയുടെ അംഗമാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് നിന്നെ പരിചയപ്പെടുവാനായി ഈ പ്രഭാതത്തിൽ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുറന്നു വച്ചിരിക്കുന്ന വാതിലിലേക്കുള്ളതായ ഒരു ദർശനം നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തരികയാണ്. എത്ര വഴികളാണ് നിന്റെ മുൻപിൽ അടഞ്ഞു പോയത്. അതിനെ തുറക്കുവാനുള്ളൊരു ബലം നിനക്കില്ലായിരുന്നു. എങ്കിലും നിനക്ക് അല്പമേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിനക്ക് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആ വാതിൽ തുറക്കാനും അടയ്ക്കാനും ഒന്നും നിനക്ക് ശക്തിയില്ല. നിന്റെ ശക്തിക്കുറവ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ആ വാതിലിന്മേൽ അധികാരമുള്ള ദൈവമായി, അത് ആർക്കും അടയ്ക്കാതെ വണ്ണം തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിൽ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിൻ്റെ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളെ വിശ്വാസത്താൽ കാണുവാൻ കഴിയും? ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവം കാണുന്നത് ഫിലദെൽഫിയയിലെ സഭയിലെ ഒരംഗമായിട്ടാണ്. എന്താണെന്ന് അറിയാമോ? അല്പമേ ശക്തിയുള്ളൂ. ആരുടെയും മുന്നിൽ നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ശക്തിമാന്മാരും ബലവാന്മാരുമായിട്ടുള്ളവർ നമ്മുടെ മുൻപിൽ ധാരാളമുണ്ട്. നമ്മുടെ ചാരത്തും നമ്മുടെ സൈഡിലും ഒക്കെ, നമ്മുടെ മുൻപിലും പുറകിലും എല്ലാം അനേക ശക്തിമാന്മാർ നിന്നുകൊണ്ട് നമ്മെ പരിഹസിക്കുന്നുണ്ട്. അല്പമേ ശക്തിയുള്ളെന്ന് നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെക്കുറിച്ച് നന്നായിട്ട് തിരിച്ചറിയുന്നു. കർത്താവ് പറയുകയാണ് അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. യെസ്, നീ അത് പറയണം. ദൈവം അത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും ആ അല്പമായ ശക്തിയിൽ നിനക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നീ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നിഷേധിക്കാതെ, ആരുടെ മുൻപിൽ അവൻ്റെ നാമത്തെ തള്ളിപ്പറയാതെ, നീ കണ്ണുനീരോടെ കഴിയുന്ന നിന്റെ ശോചനീയമായ അവസ്ഥയെ തിരിച്ചറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു എതിരാളി നമ്മുടെ മുൻപിലുണ്ട്. ആ
ശത്രുവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ആ എതിരാളി നമ്മെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന പരിഹാസത്തെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം കണ്ടുകൊണ്ട് ദൈവം ഇതാ നമ്മൾക്ക് വെളിപ്പെടുമ്പോൾ ഈ പ്രഭാതത്തിൽ എങ്ങനെയാ വെളിപ്പെട്ടതെന്ന് അറിയാമോ? തുറന്ന വാതിലുമായി കർത്താവ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവം ഒരു വാതിൽ അടച്ചാൽ അത് നിനക്കുള്ള വാതിലല്ല. നീ അതിനെ ഓർത്ത് പരിതപിക്കേണ്ട. അത് ദൈവമാണ് അടച്ചതെങ്കിൽ വേറെ ഒരു വഴി നിനക്കായി തുറന്നു വെച്ചിട്ടായിരിക്കും ചില വാതിലുകൾ അടയ്ക്കുന്നത്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി നീ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അടഞ്ഞു കിടക്കുന്നതായ വഴികളെ നോക്കി നീ പലപ്പോഴും പരിതപിക്കാറുണ്ട്. ദൈവം അതുകൊണ്ട് എന്താണ് ചെയ്തതെന്നറിയാമോ? നിന്നെ സ്നേഹിക്കുന്നതിനാൽ, ഫിലദെൽഫിയയിലെ സഭയുടെ അംഗമേ, നിന്നെ സ്നേഹിക്കുന്നതിനാൽ ദൈവം നിനക്ക് പ്രത്യക്ഷനാകുന്നത് മറ്റൊരു രീതിയിലുമല്ല, തുറന്ന വാതിലുകളുമായിട്ട് അവൻ നിന്റെ മുൻപിൽ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അടഞ്ഞു കിടക്കുന്നതിനെ മുഴുവനും കർത്താവ് തുറന്നു തന്നുകൊണ്ട് അല്പമായ ശക്തി ഉപയോഗിച്ച് അതിൽ കൂടെ കടക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഹിതമായിരിക്കുന്നു എന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവം നമുക്കായി കരുതിയിരിക്കുന്നതായ വചനം തുറന്നിരിക്കുന്നതായ വാതിൽ. ദൈവത്തിന്റെ സന്ദേശം അതാണ്, തുറന്നിരിക്കുന്നതായ വാതിൽ. എന്നാൽ കർത്താവ് നമുക്ക് ഒരു വാഗ്ദത്തം കൂടെ തരുന്നുണ്ട്. ഈ ഭൂലോകത്തിലുള്ളതായ സകല മനുഷ്യരുടെയും സഹിഷ്ണുതയെക്കുറിച്ച് പരീക്ഷിക്കുന്നതായ ചില പരീക്ഷാകാലം വരുമ്പോൾ നിന്റെ അല്പമായ ശക്തിയെ നീ പുതുക്കി ഒരു പൂർണ്ണ ശക്തിമാനായി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ താങ്ങും, നിന്നെ സഹായിക്കും, നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ എൻ്റെ നാമത്തെ നിഷേധിക്കാതിരുന്നത് കൊണ്ട് ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. നിന്റെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകളെ തുറക്കുവാൻ ദൈവത്തിന് ഇതാ പ്രസാദകരമായി നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുമ്പോഴാണ് നമുക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് നമ്മൾ താഴുമ്പോൾ കർത്താവ് നമുക്ക് കൃപ വർദ്ധിപ്പിച്ചു തരും. എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ സ്നേഹം അല്ലെങ്കിൽ കൃപ എന്ന് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. എൻ്റെ ബലഹീനതയിൽ എനിക്ക് പ്രശംസിക്കാനുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ബലഹീനനാകും തോറും എന്നിൽ പെരുകി വരുന്നതായ ഒരു സ്നേഹം, ഒരു കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവം തരുന്നതായ സഹിഷ്ണുത, ഓരോ കാര്യങ്ങളിൽ മേലും ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം തരുന്നതായ അഭിഷേകം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിച്ചത് സ്നേഹത്തോടെ നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് കർത്താവ് തുറന്ന വാതിലുകളുമായി നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. നീ ഒരു വാതിലിന് വേണ്ടി, അടഞ്ഞു കിടന്ന വാതിലിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ മാനസികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വഴികളുടെ മുമ്പിൽ തുറക്കുവാൻ ആരും നിനക്കില്ല എന്ന് നീ പരിതാപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, താക്കോൽ എൻ്റെ കയ്യിലാണ്, ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഞാനിതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവം തുറന്നതായ വാതിലിനെ കാണുവാൻ ഉള്ള ഒരു ദർശനം നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതെയാ, തുറന്നിരിക്കുന്ന വാതിലിനെ കാണുവാനും ദൈവത്തിൻ്റെ ശക്തിയിൽ നാം വർദ്ധിച്ചു വരുവാനും ഉള്ളതായ ഒരു ദർശനം, ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ശക്തിയോടുകൂടെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിലിലേക്ക് പ്രവേശിക്കുവാൻ അവൻ നമ്മെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കും. അവൻ തൻ്റെ കൃപ നമുക്ക് തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക. കർത്താവേ, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, ഞാൻ ശക്തിമാനല്ല, ഞാനൊരു തികഞ്ഞവനല്ല, എങ്കിലും എനിക്ക് കിട്ടിയ ശക്തിയാൽ ഞാൻ നിന്റെ നാമത്തെ നിഷേധിക്കുന്നില്ല, ഞാൻ നിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുമ്പോൾ ആ തുറന്ന വാതിലിൽ കൂടെ കിടക്കുവാനുള്ളതായ ഒരു പുതിയ അഭിഷേകം, അതിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതായ വാതിലിൽ കൂടെ കടക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കും തരും. ഒരു മനുഷ്യർക്കും അത് വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. മറ്റാർക്കും തരാത്തതായ സന്തോഷത്തെ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ശക്തനാക്കും, അഭിഷേകം ചെയ്യും. അവനായി ദൈവം നിന്നെ ഒരുക്കും. ഗോഡ് ബ്ലെസ് യു.